ശബരിമലയിൽ വലിയ അളവിൽ അരവണ വാങ്ങുന്നത് നിയന്ത്രിക്കാൻ ആലോചന. നിലവിലെ അരവണ പ്ലാന്റിൽ ഒരു ദിവസം നിർമ്മിക്കുന്നതിനപ്പുറം വിൽപ്പന നടക്കുന്നതിനാൽ മുഴുവൻ ഭക്തർക്കും അരവണ നൽകാനാകില്ല എന്ന കണക്കുകൂട്ടലിലാണ് ദേവസ്വം ബോർഡ് നിയന്ത്രണത്തിന് ആലോചിക്കുന്നത്. ഒരു ഭക്തൻ തന്നെ ഒരേ സമയം 100 കണ്ടെയ്നറിന് മുകളിലേക്ക് അരവണ വാങ്ങുന്നത് നിയന്ത്രിക്കാനാണ് ആലോചന. നിലവിൽ 10 ദിവസത്തേക്കുള്ള അരവണയാണ് ദേവസ്വം ബോർഡിൽ സ്റ്റോക്കുള്ളത്. ശബരിമലയിൽ ഈ വർഷം 80 ലക്ഷത്തോളം കണ്ടെയ്നർ അരവണയാണ് വിറ്റുപോയത്. അതേസമയം ഇനി 10 ദിവസത്തേക്കുള്ള കണ്ടെയ്നറുകൾ മാത്രമാണ് ദേവസ്വം ബോർഡിൽ സ്റ്റോക്കുള്ളത്. ഒരു ദിവസം 2,80,000 കണ്ടെയ്നർ അരവണ നിർമ്മിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ഇപ്പോൾ ശബരിമലയിലുള്ളത്. അതേസമയം 3 മുതൽ 4 ലക്ഷം വരെ കണ്ടെയ്നർ അരവണ ഓരോ ദിവസവും ശബരിമലയിൽ നിന്ന് വിറ്റുപോകുന്നുണ്ട്. ഒരു കണ്ടെയ്നർ അരവണയ്ക്ക് 100 രൂപയാണ് വില. ഒരു ഭക്തൻ തന്നെ 100-150 കണ്ടെയ്നർ അരവണ വാങ്ങിയാൽ വരും ദിവസങ്ങളിൽ അരവണ വിതരണത്തെ ബാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് നിയന്ത്രണത്തിന് ആലോചന. ഈ സീസണിൽ തന്നെ ഒരു ദിവസം 4 ലക്ഷം കണ്ടെയ്നർ അരവണ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പുതിയ പ്ലാന്റിനായി ദേവസ്വം ബോർഡ് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. സാധ്യതാ പഠനം ഉൾപ്പെടെ പൂർത്തിയായെങ്കിലും പൊതുമരാമത്തിന്റെ ചരടിൽ കുടുങ്ങി ഇത് നടപ്പിലായില്ല. അരവണയുടെ നിർമ്മാണത്തിനാവശ്യമായ ഏലക്കയുടെയും ചുക്കിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഗുണനിലവാര പരിശോധന പരാജയപ്പെടുമ്പോൾ ദേവസ്വം ബോർഡിന് റീടെൻഡർ നൽകേണ്ട സാഹചര്യവുമുണ്ട്. നേരത്തെ കുറഞ്ഞ വിലയിലെ കരാർ മൂലം പഴയ ചുക്കാണ് ദേവസ്വം ബോർഡിന് ലഭിച്ചത്. ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരാകരിച്ചു. ഇപ്പോൾ പ്രതിസന്ധി കടുത്തതോടെ വലിയ വിലയ്ക്ക് ചുക്ക് റീടെൻഡർ ചെയ്ത് കാത്തിരിക്കുകയാണ് ദേവസ്വം വകുപ്പ്. പ്രതിദിനം ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1.5 ലക്ഷത്തിലധികം കണ്ടെയ്നർ അരവണയെങ്കിലും ഉണ്ടാക്കാനാവശ്യമായ വലിയ പ്ലാന്റാണ് ആവശ്യം. ഈ സീസൺ അവസാനിക്കുമ്പോഴെങ്കിലും പുതിയ പ്ലാന്റ് നിർമ്മിക്കാനായില്ലെങ്കിൽ ഭാവിയിൽ അരവണയുടെ വിതരണവും പ്രതിസന്ധിയിലാകും. അമൃത ന്യൂസ്, സന്നിധാനം.